ഈ പയ്യൻ ബേസ്ബോൾ എറിഞ്ഞ് അടുത്ത വീടിന്റെ ഗ്ലാസ് തകർത്തു. അത് നേരെ പോയി ആ ബോൾ ഒരു മെഷീനിൽ വീണു. അതിന്റെ ഫലമായി സോഫ അപ്രത്യക്ഷമായി. കുട്ടികൾ വാതിൽ തുറന്ന് അകത്തോട്ട് വന്നു. നോക്കുമ്പോൾ മെഷീൻ അവരെ 100 മടങ്ങ് റെഡ്യൂസ് ചെയ്ത് അവരെ ആർക്കും കാണാൻ പറ്റാത്ത വിധം കുഞ്ഞന്മാരാക്കി. അവര് അച്ഛനെ വിളിച്ച് ശബ്ദമുണ്ടാക്കി സഹായം ചോദിക്കാൻ ശ്രമിച്ചു. പക്ഷെ ശബ്ദം വളരെ കുറവാണ്. അച്ഛൻ അവയെ സൂക്ഷ്മാണുക്കളുടെ അത്രയും വലുതായി തോന്നിയില്ല. അയാൾ ഒരു ചൂലെടുത്ത് തറ അടിച്ചു വാരി. കുട്ടികളുടെ ജീവന് ഭീഷണിയായ ഒരു സാഹചര്യമാണിത്. പക്ഷെ അവര് രക്ഷപ്പെടാൻ ഓടിയെങ്കിലും ചൂലിന്റെ വേഗതക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല. അവസാനം അവരെ ഒരു തടത്തിലേക്ക് അടിച്ചു കയറ്റി ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞു. ശേഷം അച്ഛൻ മാലിന്യം പുല്ലിലേക്ക് വലിച്ചെറിഞ്ഞു. കുട്ടികൾ പ്ലാസ്റ്റിക് ബാഗുകൾ തുറന്നു നോക്കുമ്പോൾ പുല്ലൊരു മയക്കാട് പോലെ ആയിരുന്നു. ഇപ്പോൾ അവർ ഇലകളിൽ ഒന്നൊന്നായി ഇറങ്ങി താഴേക്ക് തെന്നി മാറി. അന്നേരം ഈ പെൺകുട്ടിക്ക് വള്ളിയിൽ കയറി രക്ഷപ്പെടാൻ കഴിയുമെന്ന് മനസ്സിലായി. അങ്ങനെ നീക്കി മറ്റുള്ളവരെ ആദ്യം മുകളിലേക്ക് കയറ്റി. പെട്ടെന്ന് വള്ളി ശക്തമായി കുലുങ്ങി. കുട്ടികൾ അതിനെ മുറുകെ പിടിച്ചു. പക്ഷേ നിക്കി അതിൽ നിന്ന് തെറിച്ചു വീണ് ദേഹമാസകലം പൂമ്പടി പുരണ്ട ഒരു പൂവിൽ വീണു. അതേസമയം ഒരു തേനീച്ച നിക്കിയുടെ അടുത്തേക്ക് പറന്നു വന്നു. അത് നിക്കിയുടെ ശരീരത്തിലെ പൂമ്പടി കടിച്ചു തിന്നു. തേനീച്ചകൾ അവയെ കാട്ടിന് പുറത്തേക്ക് കൊണ്ടുപോയി. അവർ തേനീച്ചകളെ മുറുകെ പിടിച്ചു. വിട്ടുകൊടുക്കാൻ ധൈര്യപ്പെട്ടില്ല. അപ്പോഴേക്കും അച്ഛൻ ഒരു തേനീച്ചയെ കണ്ടെത്തി. അയാൾ ഒരു ബേസ്ബോൾ എടുത്ത് അതിലേക്ക് എറിഞ്ഞു. തേനീച്ചകൾ സമർത്ഥമായി ഒഴിഞ്ഞു മാറി. അത് കുട്ടികളുമായി പറന്നുപോയി. അപ്പോ എന്തോ കുഴപ്പമുണ്ടെന്ന് അച്ഛന് മനസ്സിലായി. അയാൾ ലബോറട്ടറിയിലേക്ക് മടങ്ങി. നിലത്ത് കിടന്ന ചുരുങ്ങിയ ഒരു സോഫ കണ്ടെത്തി. അയാൾ പുല്ലിൽ തൂണുകൾ വെച്ച് നടന്നു. ഒരു ഭൂതക്കണ്ണാടി ഉപയോഗിച്ച് കുട്ടികളെ തിരഞ്ഞു. അതേസമയം വാട്ടർ വാൾവ് തുറന്ന് സ്പ്രിംഗ്ലർ ആരംഭിക്കുന്നു. ജലപ്രവാഹം ഒരു ബോംബ് പോലെ പൊട്ടിത്തെറിച്ചു. കുട്ടികൾ പെട്ടെന്ന് ഓടിപ്പോയി. ഇത് അവർക്ക് ഒരു വെള്ളപ്പൊക്കം സംഭവിക്കുന്നത് പോലെ ആയിരുന്നു. അച്ഛൻ പെട്ടെന്ന് പുൽത്തകടിയിൽ നിന്ന് ചാടി വേഗം വാട്ടർ വാൽവിന്റെ അടുത്തേക്ക് പോയി അത് അടച്ചു.